മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെ സെറ്റാക്കിക്കൊണ്ട് സ്വാതിയുമായിട്ട് മേഘനാഥനാണെങ്കിൽ കമലേശ്വരത്തിലേക്ക് എത്തുന്നുണ്ട്. സ്വത്തുക്കളൊക്കെ തന്നെ സ്വന്തമാക്കിയിട്ട് അവന് വിട്ടുകളയാം, അല്ലെങ്കിൽ അവന്റെ കാലിന് സ്വാധീനം വരികയാണെങ്കിൽ നിന്റെ മനസ്സ് മാറി അവനോടൊപ്പം ജീവിതം തുടങ്ങാമെന്നിങ്ങനെ ദുർഗ പറയുന്നു. ഇത് കേൾക്കുന്ന സ്വാതി പറയുന്നുണ്ട്, രണ്ടും ഘട്ട മനസ്സായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പിന്നെ വലതുകാലം ഇടതുകാലം ചലിച്ചത് മാത്രമാണ് ഒരു പ്രതീക്ഷ. അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ നാടകത്തിന് തയ്യാറാണെന്ന് സ്വാതി അറിയിക്കുകയാണ്. പിന്നീട് മേഘനാഥനാണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട്, മാർക്കോ അല്ലെങ്കിൽ അനന്തു ആയിരിക്കും ഉറപ്പായിട്ടും ആ കുഞ്ഞിന്റെ അച്ഛൻ. മാർക്കോയോട് അവൾക്ക് പ്രത്യേക ആരാധനയുണ്ട്. എന്തായാലും നീ പേടിക്കണ്ടടാ, അവളെ നമുക്ക് തട്ടിക്കളയാം. നിന്നെ ചതിച്ചിട്ട് അവൾ അങ്ങനെ ജീവിക്കണ്ട. എന്നാലും ഈ മാർക്കോയ്ക്കും അനന്തുവിനൊക്കെ ഇങ്ങനെ ചതിക്കാൻ തോന്നിയല്ലോ എന്നൊക്കെ പറയുമ്പോ കണ്ണനും പറയുന്നുണ്ട്, അവരെയൊക്കെ ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു പോയെന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ, അവരൊക്കെ നിന്റെ സ്വത്തിന് വേണ്ടി മാത്രമാണ് നിന്റെ കൂടെ നിന്നതെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ കണ്ണനാണെങ്കിൽ സഹിക്കാൻ കഴിയുന്നില്ല. പക്ഷെ അവനാണെങ്കിൽ ആ നാടകം തുടരാൻ തന്നെ തീരുമാനിക്കുന്നു. പിന്നീട് സ്വാതിയോട് ദുർഗ പറയുന്നുണ്ട്, അവന് പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളൊന്നും തന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് നീ കുക്കിംഗ് പഠിച്ചു എന്നുള്ള രീതിയിൽ വേണം അവനോട് പെരുമാറാനായിട്ട്. ഒരു കഴിവോട് കൂടിയിട്ട് വേണം അവനെ വളച്ചെടുക്കാൻ. ഇനി അവന്റെ ജീവിതത്തിൽ മറ്റൊരു മഹാലക്ഷ്മി പാടില്ല. പിന്നെ ഇറങ്ങിപ്പോയവൾ ഒരിക്കലും തിരികെ വരാൻ പാടില്ല. കേട്ടല്ലോ, കേട്ടപ്പച്ചി, എന്തായാലും അതുപോലെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് സ്വാതിയാണെങ്കിൽ ആ ജ്യൂസും എടുത്തിട്ട് കണ്ണന്റെ റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ കണ്ണൻ മേഘനാഥൻ പറഞ്ഞതും മറ്റൊക്കെ തന്നെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അകത്തേക്ക് കയറി വരാനായിട്ട് പറയുന്നുണ്ട്. വാതിൽ തട്ടുന്നത് കേൾക്കുമ്പോൾ സ്വാതിയാണ് കയറി വരുന്നത്. ആഹാ, നീയോ? ഇവിടേക്കൊന്നും കാണാത്തവളായിരുന്നല്ലോ, ഇതിപ്പോ എന്ത് പറ്റി? കണ്ണേട്ടൻ ഈ അവസ്ഥയിലിരിക്കുമ്പോ ഒന്ന് വന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. എനിക്കെന്താടി, ഞാൻ സ്നേഹിച്ചവരെല്ലാം എന്നെ ചതിച്ചു. സ്വത്തിനു വേണ്ടി മോഹിച്ചിട്ടായിരുന്നു എല്ലാവരും എന്റെ കൂടെ കൂടിയത്. എനിക്കെല്ലാം അറിയാം കണ്ണേട്ടാ. എന്തായാലും കണ്ണേട്ടൻ ഈ ജ്യൂസ് കുടിക്ക്, ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ജ്യൂസ് നീട്ടുകണം. ഈ സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട്, അല്ല, ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ നീ പഠിച്ചോ? അല്ലാതെ പിന്നെ ഞാനിപ്പോ എല്ലാത്തിനും പഠിച്ചു. പഴയ ആ പൊട്ടി സ്വാധീനമല്ല, ഇപ്പൊ എനിക്ക് എല്ലാം അറിയാൻ കണ്ണേട്ടാ. കുക്കിംഗ് ഒക്കെ തന്നെ വശമായി എന്നൊക്കെ പറയുമ്പോ, ഓഹോ, അപ്പോ നീ ഇപ്പോ വിവാഹത്തിനൊക്കെ ഒരുങ്ങി കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ നിന്റെ ഭർത്താവിന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്ക് അത്യാവശ്യം എല്ലാം കൈവശം ഉണ്ടല്ലോ. ഈ സമയത്ത് സ്വാതി പറയുന്നുണ്ട്, അതേ കണ്ണേട്ടാ, ഞാൻ എന്റെ വിവാഹ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങി കഴിഞ്ഞു. വരനെയും കണ്ടുവെച്ചു. ഇത് കേൾക്കുമ്പോൾ തന്നെ കണ്ണൻ ചോദിക്കുന്നുണ്ട്, ആഹാ, എങ്കിൽ എപ്പോഴാണ് കല്യാണമൊക്കെ? അതറിയില്ല, എനിക്ക് ആളെ ഇഷ്ടമാണ്, ഞാനത് ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടൊന്നുമില്ലെന്ന് പറയുമ്പോൾ കണ്ണനാണെങ്കിൽ ആ ജ്യൂസ് കുടിക്കുന്നുണ്ട്. എന്തായാലും എല്ലാം പെട്ടെന്നാവട്ടെ, നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാവട്ടെ എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ നോക്കി വെച്ചിരിക്കുന്ന ആള് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, മാത്രമല്ല നല്ല മനസ്സിനുടമയാണെന്നൊക്കെ പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ആ എന്തായാലും എനിക്ക് പറ്റിയ ചതിയൊന്നും നിനക്ക് പറ്റാതിരിക്കട്ടെ എന്നിങ്ങനെ വീണ്ടും ഉപദേശിക്കുകയാണ്. അങ്ങനെ സ്വാതിയുടെ നോട്ടവും ഭാവമൊക്കെ കണ്ടിട്ട് കണ്ണൻ എന്തൊക്കെയോ മണക്കുന്നുണ്ട്. കാരണം അവളുടെ ഈ വരവും, തന്നെ ഒരു കാലത്ത് കല്യാണമേ കഴിക്കില്ല എന്ന് പറഞ്ഞിരുന്ന സ്വാതിയുടെ ഒരു സംസാരമൊക്കെ തന്നെ കേൾക്കുമ്പോൾ കണ്ണൻ എന്തൊക്കെയോ ഒരു ദുരൂഹത മണക്കുന്നുണ്ട്. എന്തായാലും കണ്ണനാണെങ്കിൽ അത് വലിയ കാര്യമാക്കുന്നില്ല. പിന്നീട് മോഹിനി ആവട്ടെ മഹാലക്ഷ്മിയെ കാണാനായിട്ട് അനന്തുവിന്റെയും ലേഖയുടെയും വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് മഹിയോട് ഒരു ദിവസം വീട്ടിലേക്കൊക്കെ ഇറങ്ങാനായിട്ട് പറയുകയാണ്. അത് പ്രകാരം തന്നെ മോഹിനി മഹിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി കാത്തിരിക്കുന്നുണ്ട്. ഈ സമയം മഹിയാണെങ്കിൽ ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയാണ്. മഹിയെ കാണുമ്പോൾ തന്നെ പ്രതാപനും മുത്തശ്ശിയും ദേഷ്യത്തോട് കൂടിയിട്ട് ചോദിക്കുന്നുണ്ട്, നാണമല്ലടി നിനക്ക് ഇത്തരത്തിൽ ഇവിടേക്ക് വന്ന് ഇറങ്ങാനായിട്ട്? ഇറങ്ങിപ്പോടി എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതെന്റെ അമ്മയ്ക്ക് കൂടി അവകാശപ്പെട്ട വീടാണ്, ഇവിടേക്ക് ഞാൻ വരുമെന്ന്. പിന്നെ ഇപ്പോഴും ഞാൻ അയാളുടെ ഭാര്യ തന്നെയാണ്. എന്നെ ബഹുമാനിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് രണ്ടുപേർക്കുണ്ട്, അറിയാമല്ലോ. നിങ്ങൾക്ക് എന്നേക്കുമായിട്ട് പേടിക്കേണ്ട ഒരു സത്യമാണ് ഞാൻ ഉള്ളിൽ കൊണ്ട് നടക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ, ഇനി നീ പറഞ്ഞിട്ട് കണ്ണം വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. അത്രയ്ക്കും വലിയ വഞ്ചനയല്ലടി നീ അവനോട് കാണിച്ചത്. നിനക്ക് കള്ളക്കാമകൻ ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ സ്വത്തുക്കളൊക്കെ എഴുതി തരുന്നതിന് മുമ്പായിട്ട് പോയിക്കൂടായിരുന്നില്ലേ? ഇപ്പോ അവന്റെ സ്വത്തുക്കളും കൈക്കലാക്കിയിട്ട് ഏതോ ഒരു അവിഹിത സന്തതിയെയും വയറ്റിൽ ചുമന്നോട് നടക്കുന്നു, നാണം കെട്ടവൾ. അങ്ങനെ മോഹിനിയെയും വഴക്ക് പറയുന്നുണ്ട്. മോളെ, വഴക്കൊന്നും പറയണ്ട, അവൾ അങ്ങനെ ചുമക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് മോഹിനിയാണെങ്കിൽ മഹാലക്ഷ്മിയുമായിട്ട് അകത്തേക്ക് പോവുകയാണ്. എന്തായാലും മഹിയാണെങ്കിൽ കമലേശ്വരത്തിലെ പുതിയ വിശേഷങ്ങളെ കുറിച്ചൊക്കെ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ കുഞ്ഞ് ജനിക്കുന്നത് വരെ ഈ ഒരു നാടകം തുടർന്നേ മതിയാകൂ, അല്ലെങ്കിൽ കുഞ്ഞിന് ആപത്താണെന്നും അതുകൊണ്ട് തന്നെ അമ്മയും ഇത് സഹകരിക്കണം. ഇത്തരം അവിഹിതം എന്നുള്ള രീതിക്കുള്ള കുത്തുവാക്കുകളൊക്കെ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചെന്ന് വരും. പക്ഷെ അമ്മ പതറരുത്.
ഇത് അങ്ങനെ തന്നെ പോയിക്കോട്ടെ അമ്മേ, തെളിവ് സഹിതം നമുക്ക് എല്ലാവർക്കും മുന്നിലും പിന്നീട് കാണിക്കാം എന്നൊക്കെ ഇങ്ങനെ മഹി പറയുന്നു. പിന്നീട് പ്രതാപനെ കാണാനായിട്ട് മേഘനാഥൻ എത്തുന്നുണ്ട്. എന്നിട്ട് പ്രതാപനോട് പറയുകയാണ് പുതിയ പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ തന്നെ. പുതിയൊരു മഹാലക്ഷ്മി ഇനി അവന്റെ ജീവിതത്തിലേക്ക് പുറത്തു നിന്ന് കടന്നു വരരുത്, മാത്രമല്ല പോയവളും തിരിച്ചു വരരുത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു തീരുമാനത്തിലെത്തി. ആ കണ്ണനെ കൊണ്ട് എന്റെ ഒരേ ഒരു പെങ്ങളെ കെട്ടിക്കുകയെന്ന്, സ്വാതിയെ കൊണ്ട്. അങ്ങനെയെങ്കിൽ സ്വത്തുക്കളൊക്കെ തന്നെ നമുക്ക് സ്വന്തമാക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ അവളും ഏകദേശം സമ്മതിച്ച മട്ടിലാണ്. രണ്ടും കെട്ട മനസ്സാണെങ്കിലും അവളുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് കണ്ണന്റെ ഇരു കാലുകളും ചലിക്കുന്നതാണ്. തോമസ് വൈദ്യന്റെ ചികിത്സ മുടങ്ങാതെ നടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവളുടെ മനസ്സ് മാറാനും ചാൻസ് ഉണ്ട്. ഇനി മഹാലക്ഷ്മി തിരികെ വരരുത്, അവളായിരിക്കണം കണ്ണന്റെ ഭാര്യ എന്നുള്ള കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു അങ്കളെ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ തന്നെ മതിയടാ. പിന്നീട് സ്വാതിയുടെ പേരിലേക്ക് സ്വത്തുക്കൾ മാറ്റിയതിനു ശേഷം എന്റെ മകൾക്കും മരുമകനുള്ളത് കൊടുത്താൽ മതി. ഇനി ആ മഹാലക്ഷ്മിയുടെ പേരിലുള്ള സ്വത്തുക്കൾ തിരിച്ചു വാങ്ങണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ വേണ്ടി വരും. ആദ്യം എന്റെ പെങ്ങളെ ഒന്ന് അവൻ കല്യാണം കഴിക്കട്ടെ, അതിനവൻ സമ്മതിക്കട്ടെ. അല്ലാതെ പുറത്തുനിന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉറപ്പായിട്ടും നമ്മൾ വീണ്ടും പാപ്പരായി നിൽക്കേണ്ടി വരും. ഇനി അധികാരങ്ങൾ നമുക്ക് വീണ്ടെടുക്കണം. ഞാനിനി ജ്വല്ലറിയിലേക്ക് തന്നെ തിരിച്ചു കയറണം. കണ്ണൻ എന്തായാലും ഇനി പണ്ടത്തെ പോലെ നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങും. അഥവാ കണ്ണൻ എന്റെ പെങ്ങളെ കല്യാണം കഴിക്കാൻ മടിക്കുകയാണെങ്കിൽ ഇനി അവൻ ഒരിക്കലും ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാവില്ല, മരണം വരെ. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് മേഘനാഥനാണെങ്കിൽ തന്റെ എല്ലാ പ്ലാനിങ്ങിനെ കുറിച്ചും പ്രതാപനോട് മനസ്സ് തുറക്കുകയാണ്. എന്തായാലും പ്രതാപനും ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. തന്റെ മകൾ ഹാപ്പി ആയതിലാണ് പ്രതാപന് ഒത്തിരി കൂടുതൽ സന്തോഷം. കാരണം അവളുടെ ആഗ്രഹപ്രകാരം തന്നെ കണ്ണനും മഹാലക്ഷ്മിയും രണ്ട് ഭാഗത്തായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കരുണയ്ക്ക് ഇപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷമാണ്. അവളുടെ ദാമ്പത്യ ജീവിതം ഭദ്രവും. എന്തായാലും എല്ലാം കൊണ്ടും ശത്രുക്കൾ അഴിഞ്ഞാടാൻ തന്നെ തീരുമാനിക്കുന്നു. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.